സഖാവ് എം വി രാഘവനെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? പലരും ധരിച്ചിട്ടുള്ളത് അദ്ദേഹം സി പി എമ്മിൻ്റെ 1985 എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ബദൽ രേഖ അവതരിപ്പിച്ചതുകൊണ്ടാണ് എന്നാണ്. സത്യത്തിൽ അതുകൊണ്ടല്ല. ബദൽ രേഖ അവതരണമൊക്കെ പാർട്ടി ബൈലോ അനുസരിച്ച്, പാർട്ടി ഭരണഘടന അനുസരിച്ച് ഒരു കുറ്റകൃത്യമൊന്നുമല്ല. നിശ്ചിത ശതമാനം അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഏതൊരു മെമ്പർക്കും ബദൽ രേഖ അവതരിപ്പിക്കും. ബദൽ രേഖ എറണാകുളത്തെ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞു. പിന്നീട് ഇദ്ദേഹം പാർട്ടി കോൺഗ്രസ്സിൽ ഇത് പുനരവതരിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയും രക്ഷ കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈൻ തള്ളപ്പെട്ടു. സത്യത്തിൽ ഈ ബദൽ രേഖ എഴുതിയതും തയ്യാറാക്കിയതും ബദൽ നമ്മുടെ എം വി രാഘവനല്ല, അത് അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇത് ബുദ്ധിമാന്മാരായ വേറെ ആരൊക്കെയോ ചെയ്തതാണ് ഇദ്ദേഹത്തിൻ്റെ പെടലേക്ക് വെച്ച് കിട്ടി. അന്ന് ബദൽ രേഖ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇ കെ നായനാർ, വി വി ദക്ഷിണാമൂർത്തി, ഇ കെ എം പിച്ച് ബാവ മുതലായവരൊക്കെ. അവരൊക്കെ പിന്നീട് കൈ കഴുകി മാന്യന്മാരായി. എം വി രാഘവനെ പാർട്ടി മറ്റെന്തോ കാരണം പറഞ്ഞ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഷനിലിരിക്കുന്ന സമയത്ത് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. അപ്പോൾ രാഘവനെ കാണണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. എം വി രാഘവൻ വന്നിരുന്നപ്പോൾ മേശപ്പുറത്ത് 2 പേർക്ക് ചായ കൊണ്ടുവന്നു വെച്ചു. വി എസ് ചായ എടുത്ത് കുടിച്ചു. അന്ന് അദ്ദേഹം ചായയും കാപ്പിയൊക്കെ കുടിച്ചിരുന്ന കാലമാണ്. പിന്നീട് അതൊക്കെ ഉപേക്ഷിച്ച് ചായ പറച്ചക്കനായി മാറിയത്. ചായ കുടിച്ചപ്പോൾ സഖാവ് വി എസ് പറഞ്ഞു, രാഘവ ചായ കുടിക്കൂ. രാഘവൻ ചായ കുടിച്ചില്ല. എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞു. ആ ചായ കുടിക്കാത്ത ധിക്കാരത്തിനാണ് പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. സി പി എമ്മിൻ്റെ പീനൽ കോഡ് അനുസരിച്ച് ഇതൊക്കെ വലിയ കുറ്റകൃത്യമാണ്. ചായ കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കണം. ചായ കുടിച്ചില്ലെങ്കിൽ അത് അച്ചടക്ക ലംഘനമാണ്, പെരുമാറ്റ ദൂഷ്യമാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ വന്നു, പിന്നീട് നമ്മുടെ നാട്ടിലെ ചാനലുകൾ ഏറ്റുപിടിച്ചതുമായ ഒരു വാർത്ത പത്രത്തിൽ കണ്ടു. സംഭവം എന്ന് വെച്ചാൽ മാളക്കടുത്ത് അഷ്ടമിച്ചിറ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വയോധികനായ ഒരു പാർട്ടി സഖാവ്, സി പി ഐക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞാണ്. 50 കൊല്ലത്തോളമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പാർട്ടിയിൽ വലിയ സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പാർട്ടി മെമ്പറാണ്. പുള്ളി പോളിറ്റ് ബ്യൂറോയിലൊന്നും എത്തിയിട്ടില്ല. പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും മറ്റു തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ കിട്ടിയതായിട്ട് നമുക്കറിയില്ല. പഞ്ചായത്ത് മെമ്പറോ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറോ വല്ലതും ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. ആയതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഏതാണ്ട് നിസ്വാർത്ഥമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഖാവ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നതിൽ നടപടിക്രമമൊക്കെ ഉണ്ട്. ആദ്യം ഈ കുറ്റാരോപിതനായ സഖാവിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി പരിശോധിക്കും. പിന്നീട് അദ്ദേഹം അംഗമായിട്ടുള്ള ഘടകത്തിൽ വിളിച്ച് അദ്ദേഹത്തോട് പറയാനുള്ളതൊക്കെ കേൾക്കും. അവിടെ ഇരിക്കുന്ന ആളുകളുടെ ഭൂരിപക്ഷ തീരുമാനമനുസരിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളും. അത് നടപ്പാക്കുകയും ചെയ്യാം. അതിനായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ കമ്മീഷൻ അപ്പീൽ കൊടുക്കാനൊക്കെ വ്യവസ്ഥയുണ്ട്. അങ്ങനെ ഒരുപാട് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്നും പാലിച്ചായിട്ട് കാണുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ഉടനടി പുറത്താക്കുകയും ചെയ്തു. പുറത്താക്കാനുള്ള കാരണം അതിനേക്കാൾ രസകരവും വിചിത്രവുമാണ്. സംഭവിച്ച് ഇദ്ദേഹത്തിൻ്റെ മകൻ കോൺഗ്രസ്സുകാരനാണ് തോന്നുന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ, പല വീടുകളിലും അങ്ങനെ ഉണ്ടാവും. ഭർത്താവ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഭാര്യ കോൺഗ്രസ് ആയിരിക്കും, വാപ്പ ലീഗാണെങ്കിൽ മകൻ സി പി ഐ ആയിരിക്കും. പലതരത്തിലും സംഭവിക്കാറുണ്ട്. മറിച്ചും തിരിച്ചുമൊക്കെ കാണാറുണ്ട്. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ സുഹൃത്താണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ഇപ്പോൾ മന്ത്രിയായി തീർന്നിരിക്കുന്ന ഒ ജെ ജനീഷ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ജയിച്ച എം എൽ എമാരുടെ ജനങ്ങളോട് നന്ദി പറയാനുള്ള പര്യടനമുണ്ട്. ആ പര്യടനം നടക്കുന്നതിനിടയിൽ ഉച്ചഭക്ഷണം ഒരുക്കിയത് ഈ അബ്ദുറഹിമാൻ്റെ വീട്ടിലായിരുന്നു. അദ്ദേഹം ഈ മന്ത്രിയും 1-2 പേരും കൂടി അവിടെ വന്നു. ഉച്ചക്ക് ഊണ് കഴിച്ചു. സ്വാദോടുകൂടി ഭക്ഷണം കഴിച്ച് കൈയൊക്കെ കഴുകി എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു പോയി. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ സി പി ഐയുടെ അഷ്ടമിച്ചിറ ബ്രാഞ്ച് കൂടിയിട്ട് ഈ സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കുറ്റം എന്താണ്? കോൺഗ്രസ്സുകാരനായ എം എൽ എക്ക് മന്ത്രിയായിട്ട് അവരെ അംഗീകരിച്ചിട്ടില്ല. എം എൽ എയും മന്ത്രിയുമായ ആൾക്ക്, അതുമാത്രമല്ല സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടാണ് ഇയാൾ ജയിച്ചത്. ആ ഒരു വലിയ കുറ്റത്തിന് താങ്കളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കും. അതിന് മുമ്പ് നോട്ടീസ് കൊടുക്കുക, അല്ലെങ്കിൽ അയാളുടെ വിശദീകരണം കേൾക്കുക, അങ്ങനെയുള്ള നടപടിക്രമമൊന്നും പാലിച്ചായിട്ട് ഈ പിരിച്ചുവിടൽ ഉത്തരവ് കൊണ്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇങ്ങനെ പുറത്താക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് 50 കൊല്ലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ കൈക്കല കൂടാതെ കറിവേപ്പില പോലെ എടുത്തു കളയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് സാധ്യമാണോ എന്ന കാര്യത്തിൽ ഒരു വക്കീൽ എന്നുള്ളതിലേക്ക് എനിക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നാലും ഇതൊരാളെ പിരിച്ചുവിടാൻ പാകത്തിലുള്ളൊരു തെറ്റാണോ, കുറ്റമാണോ?
ഇപ്പോൾ സഖാവ് ബിനോയ് വിശ്വത്തിൻ്റെ വീട്ടിലാണ് മന്ത്രി വരുന്നതെങ്കിൽ ഊണ് കഴിക്കുന്ന സമയത്ത് വന്നാൽ ചോറ് കൊടുക്കുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു ഇതര പാർട്ടിയുടെ നേതാവ് വന്നിട്ട് ഊണ് കൊടുത്താൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പറ്റും. എനിക്ക് സംശയമുണ്ട്. അത് ശരിയല്ല, ഉചിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സി പി എംകാർക്ക് പലതും ചെയ്യാം. കാരണം അവരുടെ സംവിധാനം അതാണ്. അവർക്ക് ഇവരിപ്പോഴും ഏതാണ്ട് സ്റ്റാലിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ലോ. പണ്ട് മൊഹിസൻ രാജേശ്വർ റാവുവിനോട് പറഞ്ഞായിട്ട് മൊഹിസൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വാചകം ഈ അഷ്ടമിച്ചിറയിലെ സഖാക്കളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: ഒരു രാജ്യത്ത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിൽ തെറ്റില്ല. പക്ഷേ 2 സി പി എമ്മിൻ്റെ ആവശ്യമില്ല. സി പി എം അല്ല സി പി ഐ. ആ കാര്യം ഏറ്റവും കുറഞ്ഞത് അഷ്ടമിച്ചിറ സഖാക്കളെങ്കിലും ഓർത്തിരിക്കുന്നത് നല്ലതാണ്.